അഞ്ചാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കാൻ നോക്കിയിട്ട് പറ്റാതെ തുർക്കി അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. മാത്രമല്ല അമേരിക്കയുടെ F-35 വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ച് ട്രംപിന്റെ പുറകെ നടക്കുകയാണ് എർദോഗൻ. ഏതാണ്ട് അടുത്തടുത്ത കാലഘട്ടത്തിൽ തന്നെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും തുർക്കിയും. അതില് ഇന്ത്യ ഇപ്പോൾ 2028 തന്നെ നമ്മുടെ AMCA എന്ന് പറയുന്ന 5th ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ ആദ്യ പറക്കൽ നടത്തുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി ഈ കഴിഞ്ഞ ജനുവരി 4 തീയതി, അതായത് 2026 ജനുവരി 4 തീയതി ബാംഗ്ലൂരിൽ സംഘടിപ്പിച്ച തേജസ് 25 നാഷണൽ സെമിനാറിൽ സംസാരിക്കവേ DRDOയുടെ ചെയർമാൻ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിലൊന്ന്, ഇന്ത്യയുടെ തേജസ് മാർക്ക് 2 വിമാനം 2026, അതായത് ഈ വർഷം ജൂൺ ജൂലൈ മാസത്തിൽ പരീക്ഷണം നടത്തുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 4.5 ജനറേഷൻ കാറ്റഗറിയിൽ പെടുന്ന തേജസ് യുദ്ധവിമാനം റഫേൽ യുദ്ധവിമാനങ്ങളെക്കാൾ മികച്ച വിമാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നിലവിലെ തേജസ് യുദ്ധവിമാനം മാർക്ക് 1 മികച്ചതും നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതുമായിട്ടുള്ള മാർക്ക് 2 ഈ ജൂൺ ജൂലൈ മാസത്തിൽ പരീക്ഷണ പറക്കൽ നടത്തുമെന്നാണ് മനസ്സിലാവുന്നത്. ഈ യുദ്ധവിമാനങ്ങളുടെ പ്രോട്ടോടൈപ്പുകൾ നിലവിൽ പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ്. വൈകാതെ തന്നെ അതിന്റെ ആദ്യ പറക്കൽ സാധ്യമാകുമെന്നാണ് വ്യക്തമാവുന്നത്. അതോടൊപ്പം തന്നെ AMCA യുദ്ധവിമാനങ്ങളുടെ പരീക്ഷണ പറക്കൽ ഈ 2028 അവസാനത്തോടു കൂടിയിട്ട് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ DRDOയുടെ ചെയർമാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പൊ അതില് തേജസ് യുദ്ധവിമാനങ്ങളുടെ കടന്നുവരവ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. നമ്മൾ തദ്ദേശീയമായിട്ട് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങുന്നത് തേജസ് മാർക്ക് 1 മുതലാണ്. അതിനുശേഷം മാർക്ക് 1A എന്ന് പറയുന്ന വേരിയന്റ് നമ്മൾ നിർമ്മിച്ചു. അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരുന്നു. അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേരിയന്റ് ആണ് മാർക്ക് 2 എന്ന് പറയുന്നത്. അപ്പോൾ തേജസ് മാർക്ക് 2ന്റെ ആദ്യ പറക്കലായിരിക്കും നമ്മൾ 2026 ജൂൺ ജൂലൈ മാസത്തിൽ നടത്താനായിട്ട് പോകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. കാരണം നമ്മൾ സ്വയം പര്യാപ്തത എല്ലാ മേഖലയിലും കൈവരിക്കുന്നതിന്റെ ഭാഗമായിട്ട് യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിലും നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ എഞ്ചിനുകളുടെ കാര്യത്തിലാണ് നമുക്കൊരു തടസ്സമുണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ത്യ തദ്ദേശീയമായിട്ട് എഞ്ചിന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാനും വർഷങ്ങൾ കൊണ്ട് എല്ലാ മേഖലയിലും ഡിഫൻസ് രംഗത്ത് ഉൾപ്പെടെ പൂർണ്ണമായും സ്വയം പര്യാപ്തത കൈവരിക്കാൻ നമുക്ക് സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. മാത്രമല്ല ഈ തേജസ് മാർക്ക് 2ന്റെ എക്സ്പോർട്ട് വെർഷൻ ആവശ്യപ്പെട്ടുകൊണ്ട്, അതിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഏകദേശം 16 രാജ്യങ്ങൾ വരെ ഇന്ത്യയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. 2022 എക്സ്പോയിൽ നമ്മൾ ഇതിനെ അവതരിപ്പിച്ചതോട് കൂടിയിട്ടാണ് 16ഓളം രാജ്യങ്ങൾ ഇതിൽ താല്പര്യം അറിയിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. നിലവില് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള 4.5 ജനറേഷനിൽ പെടുന്ന യുദ്ധവിമാനങ്ങളിൽ ഏറ്റവും മികച്ചതായിരിക്കും ഈ മാർക്ക് 2 വേരിയന്റ് എന്നാണ് പൊതുവെ വിദഗ്ധരെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് രാജ്യങ്ങൾ ഇതിൽ താല്പര്യം പ്രകടിപ്പിച്ചു വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു വിമാനം 4.5 ജനറേഷനിൽ പെടുന്നതാണെങ്കിലും 5th ജനറേഷൻ വിമാനങ്ങളിൽ മാത്രം കാണുന്ന ചില സാങ്കേതിക വിദ്യകൾ ഈ വിമാനത്തിലും ഇന്ത്യ ഉൾക്കൊള്ളിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇതിന്റെ അടുത്ത വിമാനമാണ് നമ്മൾ നിർമ്മിക്കുന്ന AMCA എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 4.75 ജനറേഷനിൽ പെടുത്താവുന്ന ഒരു വിമാനമാണ്. അതായത് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ തൊട്ട് താഴെ വയ്ക്കാൻ പറ്റുന്ന ഒരു വിമാനമാണ് തേജസ് മാർക്ക് 2 എന്ന് പറയുന്നത്. തേജസ് മാർക്ക് 1A എന്ന് പറയുന്ന നമ്മുടെ വിമാനം തന്നെ 4.5 ജനറേഷൻ യുദ്ധവിമാനമാണ്. അപ്പോൾ പിന്നെ മാർക്ക് 2 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനും മുകളിലായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു വിമാനമാണ്. സോ തീർച്ചയായും ഇത് ഒരു ഗെയിം ചേഞ്ചിങ് ആയുധമായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. 2026 നടക്കാൻ പോകുന്ന പരീക്ഷണ പറക്കലിന് ശേഷമായിരിക്കും ഇതിന്റെ മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഒരു മീഡിയം വെയിറ്റ് ഫൈറ്റർ വിമാനമാണ് ഈ ഒരു വിമാനം എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിൽ ഏകദേശം 82% നിലവിൽ ആദ്യ സ്റ്റേജിൽ തന്നെ ഇന്ത്യ തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ഘട്ടമാകുമ്പോഴേക്കും 90% ഇതിലെ ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചത് തന്നെയായിരിക്കും. ഈ ഒരു വിമാനം തീർച്ചയായിട്ടും AMCA വിമാനം നിർമ്മിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കൂടിയാണ് ഇന്ത്യക്ക് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.